ലോകത്തിനു മുകളിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് അടിച്ചേൽപ്പിച്ച യുദ്ധം 40 ദിവസങ്ങൾക്ക് ശേഷം താൽക്കാലികമായ വെടിനിർത്തലിൽ ചെന്ന് നിൽക്കുകയാണ്. ആ വെടിനിർത്തലിൻ്റെ ഭാവിയെക്കുറിച്ച് വളരെയധികം ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷം ആ വെടിനിർത്തലിനെ ഫ്രജൈൽ ആയിട്ടുള്ള സീസ് ഫയർ, വളരെ ദുർബലമായ വെടിനിർത്തൽ, ഒരു താൽക്കാലികമായ വെടിനിർത്തൽ എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം? അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ യുദ്ധം തുടങ്ങി വെച്ച അമേരിക്കയും ഇസ്രായേലും അവർ പറയുന്ന കാര്യങ്ങളൊന്നും പിന്നെ പാലിക്കില്ല എന്നുള്ള വിശ്വാസം എല്ലാ ലോകരാഷ്ട്രങ്ങൾക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഗാസയ്ക്കെതിരായി ഇസ്രായേൽ നടത്തിയ ആക്രമണം അത് വെടിനിർത്തൽ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു 4-5 മാസങ്ങൾക്ക് മുമ്പ്. പക്ഷേ ഇപ്പോഴും അവിടെ ഇസ്രായേൽ ആളുകളെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. വെസ്റ്റ് ബാങ്കിൽ ആളുകളെ കൊന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വെടിനിർത്തൽ പ്രാബല്യത്തിലുണ്ട്, എന്നാൽ ഒരു പക്ഷം മാത്രം വെടിനിർത്തൽ അവസാനിപ്പിക്കത്തില്ല, അവർ തുടർന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇസ്രായേൽ. അതുമാത്രമല്ല, ലോകത്തുള്ള യാതൊരുവിധ അന്തർദേശീയ നിയമങ്ങളെയും പാലിക്കാത്ത, ബഹുമാനിക്കാത്ത, ആദരിക്കാത്ത ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് എല്ലാവർക്കും അറിയാം. ഒന്നത്. 2, ട്രംപ് ആണ് മറ്റൊരു ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ച രാജ്യം, അമേരിക്കയുടെ പ്രസിഡന്റ്. അദ്ദേഹത്തിന് അന്തർദേശീയ നിയമങ്ങളോട് വല്ല ബഹുമാനമുണ്ടോ? ഒരു ബഹുമാനവും ഇല്ല. അദ്ദേഹം പറയുന്ന അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണോ? പ്രവർത്തിക്കുന്ന ആളല്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന് ആരെങ്കിലും എന്ത് വില കൽപ്പിക്കും എന്ന് മാത്രമാണ്. വെടിനിർത്തലിന് മുമ്പ് എന്താ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു, ഇറാൻ നാഗരികതയെ ഞാൻ ഇല്ലാതാക്കും, ഓബ്ലിറ്ററേറ്റ് എന്നുള്ള വാക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വാക്കാണ്. അദ്ദേഹം തുടച്ചു നീക്കുക, എല്ലാത്തിനെയും തുടച്ചു നീക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ്. അപ്പോൾ ഇറാനിയൻ നാഗരികതയെ തുടച്ചു നിൽക്കുക എന്ന് മാത്രമല്ല, തുടച്ചു നീക്കിക്കൊണ്ട് അതിനെ ശിലായുഗത്തിലേക്ക് ഞാൻ അയക്കും, നരകം പെയ്തിറങ്ങും ഇറാൻ്റെ മുകളിൽ എന്നൊക്കെ പറഞ്ഞ്, അതായത് ലോകത്തിലുള്ള ഏറ്റവും കടുത്ത എന്തെല്ലാം വാക്കുകൾ ഉപയോഗിക്കാമോ അതെല്ലാം ഉപയോഗിച്ചതിന് ശേഷം 24 മണിക്കൂർ തികയുന്നതിന് മുമ്പാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ യുദ്ധം അവസാനിപ്പിക്കുന്നു തൽക്കാലത്തേക്ക്. ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഈ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കാനാണെങ്കിൽ എന്തിനാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ യുദ്ധം തുടങ്ങിയത്? 40 ദിവസത്തിന് മുമ്പ് ഈ ഹോർമുസ് കടലിടുക്കിലൂടെ ലോകത്തോളം മുഴുവൻ കപ്പലുകളും പോയിക്കൊണ്ടിരുന്നല്ലേ സ്വന്തമായി, ഒരു പ്രശ്നവുമില്ലാതെ. അപ്പോൾ ഈ ആക്രമണമെല്ലാം നടത്തി ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ മുച്ചൂടും നശിപ്പിച്ചു. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസുകളെല്ലാം നശിപ്പിച്ചു. സ്കൂളുകൾ, കോളേജുകൾ, യൂണിവേഴ്സിറ്റികൾ, ആശുപത്രികൾ, പാലങ്ങൾ, എണ്ണ പ്ലാന്റുകൾ, ഈ മുതലായി ഇനി നശിപ്പിക്കാനൊന്നുമില്ല. കാരണം ഒരു സൈനിക കരുത്തുപയോഗിച്ചൊരു രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെയൊക്കെ നശിപ്പിക്കാമോ അതൊക്കെ നശിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയാണ്, നിങ്ങൾ ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുത്താൽ യുദ്ധം നിർത്താമെന്ന്. ആലോചിച്ച് നോക്കൂ, എന്തായിരുന്നു ലക്ഷ്യം? യുദ്ധത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഈ സാധാരണഗതിയിൽ ഒരു 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടത്തി കഴിഞ്ഞാൽ ഈ യുദ്ധത്തിലെ വിജയ പരാജയങ്ങൾ നിശ്ചയിക്കുന്ന ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡം എന്താണ്? ഒരു രാജ്യം യുദ്ധം ആരംഭിക്കുമ്പോൾ ആ രാജ്യം പ്രഖ്യാപിക്കും, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ ഇതാണ്, ഞങ്ങൾ ഈ യുദ്ധം തുടങ്ങുന്നതിൻ്റെ ലക്ഷ്യങ്ങൾ ഇതാണ്. ആ ലക്ഷ്യങ്ങൾ എത്രത്തോളം നേടി എന്നത് വെച്ചിട്ടാണ് ഒരു രാജ്യം ആ യുദ്ധത്തിൽ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന് മനസ്സിലാക്കുന്നത്. ഈ അമേരിക്കയും ഇസ്രായേലും യുദ്ധം തുടങ്ങുമ്പോൾ അവർ പ്രഖ്യാപിച്ചു എന്നാണ്. പ്രത്യേകിച്ച് അമേരിക്ക പറഞ്ഞ എന്താണ്? ഞങ്ങൾ ഇറാൻ്റെ ഭരണകൂടത്തെ മാറ്റും, റഷ്യൻ ചേഞ്ച്, ഭരണകൂട മാറ്റമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. 1. മറ്റൊന്ന്, അവരുടെ ആണവ പദ്ധതിയെ പൂർണ്ണമായും ഇല്ലാതാക്കും. 2. 3. അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെ ഞങ്ങൾ ഇല്ലാതാക്കും. 4. ഇറാൻ അവരുടെ ഹമാസ്, ഹെസ്ബുള്ള, ഹൂതി മുതലായ അവരുടെ സംഘടനകളെ സഹായിക്കുന്നത് ഞങ്ങൾക്ക് അവസാനിപ്പിക്കണം. 4 യുദ്ധലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഫെബ്രുവരി മാസം 28 അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ ഒരു നിയമവിരുദ്ധ യുദ്ധം ആരംഭിച്ചത്. എന്തുകൊണ്ടാണ് നിയമവിരുദ്ധം എന്ന് ഞാൻ പറയുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, ഐക്യരാഷ്ട്ര സംഘടനയിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങളെല്ലാം ഐക്യരാഷ്ട്ര സംഘടനയുടെ ചാർട്ടർ അംഗീകരിക്കണം. ആ ചാർട്ടറിൽ പറയുന്ന പ്രധാനപ്പെട്ട 2 കാര്യം എന്താണ്? 1, നിങ്ങളൊരു രാജ്യത്തെ ആക്രമിക്കാൻ പാടില്ല. അങ്ങനെ നിങ്ങളൊരു രാജ്യത്തെ ആക്രമിക്കണമെങ്കിൽ ആ രാജ്യം ആദ്യം നിങ്ങളെ ആക്രമിക്കണം. നിങ്ങളെ ആക്രമിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ നിലനിൽപ്പിന് പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ഐക്യരാഷ്ട്ര സംഘടന സെക്യൂരിറ്റി കൗൺസിൽ വിലയിരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് അനുവാദം നൽകുമ്പോഴാണ് ഒരു രാജ്യത്തെ തിരിച്ചാക്രമിക്കാൻ കഴിയുക. അപ്പോൾ ഈ അമേരിക്കയെ ഇറാൻ ആക്രമിച്ചില്ല, ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചില്ല എന്ന് മാത്രമല്ല, അവർ തമ്മിൽ നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ ചർച്ച ഒമാൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയും അത് ഫെബ്രുവരി മാസം 26 ഒരു പരിഹാരത്തിലെത്തുകയും ചെയ്ത
സന്ദർഭത്തിലാണ് അദ്ദേഹം ലോകത്തോട് ബദർ അൽബു സൈദി എന്ന് പറയുന്ന ഒമാൻ്റെ വിദേശകാര്യമന്ത്രി ലോകത്തോടൊക്കെ ഇത് വിളിച്ചു പറഞ്ഞു, ഇതാ 3 കാര്യങ്ങൾ ഈ ഇറാൻ അംഗീകരിച്ചിരിക്കുന്നു. ആണവ പദ്ധതി അവർ ഈ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ആണവ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയെ അവരുടെ കേന്ദ്രങ്ങളിൽ പ്രവേശിക്കാൻ സന്നദ്ധമാണ്. ഇങ്ങനെയൊക്കെയുള്ള സുപ്രധാനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാണ് 28-ാം തീയതി ആക്രമണം നടത്തിയത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ ആക്രമണം നടത്തിയത്? അങ്ങനെ 40 ദിവസം ആക്രമണം നടത്തിയിട്ട് ഇപ്പോൾ പറയുകയാണ് നിങ്ങൾ നേരത്തെ തുറന്നു കിടന്നിരുന്ന ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുത്താൽ മതി, യുദ്ധം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ നാം കാണുന്ന കാഴ്ച വളരെ ദുർബലമായ വെടിനിർത്തലാണ്. എപ്പോൾ വേണമെങ്കിലും തകരാവുന്ന വെടിനിർത്തലാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. എന്താണോ അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ നടത്താൻ ആഗ്രഹിച്ചത് അതിനെല്ലാം വിരുദ്ധമായ ഫലമാണ് വാസ്തവത്തിൽ അവിടെ ഉണ്ടായിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. 2 കാര്യങ്ങൾ ഇവിടെ ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. ഒന്ന് ഇറാൻ്റെ ഉള്ളിലെ കാര്യം, മറ്റൊന്ന് അമേരിക്ക യുദ്ധത്തിന് പോകുന്ന കാര്യം. ഒന്ന്, ഈ അമേരിക്ക സാധാരണഗതിയിൽ അമേരിക്കൻ ഭരണകൂടം ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 4 കാര്യങ്ങൾ അമേരിക്കൻ ഭരണകൂടം ചെയ്യും. ഒന്ന്, ആ മന്ത്രിസഭ, അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്, സേനാ മേധാവി മുതലായ അവരുടെ ഒരു കിച്ചൺ ക്യാബിനറ്റ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട മന്ത്രിസഭയിലെ അംഗങ്ങളുമായിട്ട് ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യും. അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, എവിടെ തുടങ്ങണം, എങ്ങനെ മുന്നോട്ട് പോകണം, എവിടെ അവസാനിപ്പിക്കണം, എന്താണ് നമ്മുടെ യുദ്ധലക്ഷ്യങ്ങൾ, എങ്ങനെയാണ് സാധ്യമാക്കുക, ഇതിനൊക്കെ എന്തൊക്കെ സ്ട്രാറ്റജീസാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക, നമ്മൾ യുദ്ധത്തിന് പോകുന്ന പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായ ഒരു ആലോചന നടത്തിയിട്ടാണ് യുദ്ധത്തിന് പോവുക. അങ്ങനെ ആലോചന നടന്നു. ആ ആലോചനയിൽ വളരെ ശക്തമായ എതിർപ്പ് 2 പ്രധാനപ്പെട്ട വ്യക്തികൾ ഉയർത്തിയെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ആരാണ് ആദ്യത്തെ വിമർശനം? അല്ലെങ്കിൽ ഈ യുദ്ധത്തിന് പോകരുത്, നമുക്ക് യുദ്ധത്തിന് പോയാൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന അഭിപ്രായം ആ മന്ത്രിസഭയ്ക്കുള്ളിൽ പറഞ്ഞത് അമേരിക്കൻ്റെ വൈസ് പ്രസിഡന്റ് JD വാൻസാണ്. JD വാൻസ് ഇറാൻ്റെ രാഷ്ട്രീയ സവിശേഷതകളും അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളും വെച്ചുകൊണ്ട് പറഞ്ഞു, നമ്മൾ ഈ ഇസ്രായേലിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇസ്രായേൽ പദ്ധതിയിൽ വീണുപോയി ഇറാനെതിരായിട്ട് യുദ്ധത്തിന് പോയാൽ നമുക്കത് വിജയം ലഭിക്കില്ല എന്ന് പറഞ്ഞ ഒരാൾ. രണ്ടാമത്തെ ആൾ ആരാണ്? രണ്ടാമത്തെ ആൾ ജനറൽ ഡാൻ കെയ്നാണ്. ഡാൻ കെയ്ൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സേനകളുടെ എല്ലാം മേധാവിയാണ്. ആ സേനകളുടെ മേധാവിയെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡാൻ കെയ്ൻ എന്ന് പറയുന്ന ആളിനെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം തിരഞ്ഞെടുത്തതാണ്. തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ നേരത്തെ നിലവിൽ ഉണ്ടായിരുന്ന ഡാൻ ബ്രൗൺ എന്ന് പറയുന്ന അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായി ബ്ലാക്ക് ആഫ്രിക്കൻ അമേരിക്കൻ വംശജനായിട്ടുള്ള ഒരാൾ സേനകളുടെ മേധാവിയായിരുന്ന ആളിനെ മാറ്റിയിട്ട് അദ്ദേഹം 4 സ്റ്റാർ നമുക്ക് സാധാരണ വലിയ അറിയാം, അമേരിക്കയിൽ അത്തരം പദവികളിലെല്ലാം എത്തുന്നത് 4 സ്റ്റാർ പദവിയുള്ളവരാണ്. അങ്ങനെ 4 സ്റ്റാർ പദവിയുള്ള ആളിനെ മാറ്റിയിട്ട് 3 സ്റ്റാർ പദവിയുള്ള ഡാൻ കെയ്നെയാണ് ഇദ്ദേഹം സേനാ മേധാവിയായി തിരഞ്ഞെടുത്തത്. അത് അങ്ങനെ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം ഈ ട്രംപ് പറയുന്നത് കേൾക്കുന്നയാളാണ് അദ്ദേഹം എന്നുള്ളതുകൊണ്ടാണ് എടുത്തത്. അദ്ദേഹത്തെ മേധാവിയാക്കിയതിനു ശേഷം 4 സ്റ്റാർ പദവി നൽകി. അദ്ദേഹം പറഞ്ഞു, നമ്മൾ യുദ്ധത്തിന് പോയാൽ യുദ്ധത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല, ഇസ്രായേലിനോട് ചേർന്നുള്ള യുദ്ധത്തിന് പോകരുത് എന്ന് അദ്ദേഹവും പറഞ്ഞതായിട്ട് അമേരിക്കയിലെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതിനെല്ലാം വിരുദ്ധമായി ഇസ്രായേൽ, അതായത് നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ ഈ സിറ്റുവേഷൻ റൂം എന്ന് പറയുന്ന അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും ഓപ്പറേഷൻസൊക്കെ നിരീക്ഷിക്കുകയും ചെയ്യുന്നതാണ് സിറ്റുവേഷൻ റൂം. അമേരിക്കൻ ഭരണകൂടത്തിലെ അംഗങ്ങൾക്കല്ലാതെ ആർക്കും പ്രവേശനമില്ല. അവിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഇരുന്ന് ട്രംപുമായി ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ട്രംപിനെ ധരിപ്പിച്ചു, നമ്മൾ 2 പേരും കൂടെ ചേർന്ന് ഇറാനെതിരായിട്ട് ഒരൊറ്റ ആഴ്ചക്കുള്ളിൽ ഇറാനിൽ എല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കും എന്ന അദ്ദേഹവും മൊസാദിൻ്റെ മേധാവിയായിട്ടുള്ള വ്യക്തിയും അമേരിക്കൻ പ്രസിഡന്റ് ധരിപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് ബാക്കിയുള്ളവർ പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം കണക്കാക്കാതെ, എന്ന് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞു, ഞാൻ ഈ 4 അവർ വാർ, നിരന്തരമായ യുദ്ധങ്ങൾക്ക് ഞാൻ പോകില്ല. എനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാ പ്രസിഡന്റുമാരും രാജ്യങ്ങൾക്ക് എതിരെ യുദ്ധം നടത്തി അമേരിക്കയുടെ പ്രധാനപ്പെട്ട സമ്പത്ത് തകർത്ത് കളഞ്ഞവരാണ്, അതുകൊണ്ട് ഞാൻ യുദ്ധത്തിന് പോകില്ല എന്ന് പറയുന്ന മാഗ എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം മുറുകെ പിടിച്ച് നിൽക്കുമെന്ന് പറഞ്ഞയാളാണ് വാസ്തവത്തിൽ യുദ്ധത്തിന് പോയത്. അപ്പോൾ ഒന്നാമത്തെ ചെയ്യേണ്ടിയിരുന്നത് ഈ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള ആളുകളുമായിട്ടുള്ള ചർച്ചയാണ്. ആ ചർച്ച
ഗൗരവമായി നടത്തുകയും അവർ പറഞ്ഞ തീരുമാനങ്ങൾ എടുക്കുകയും അംഗീകരിക്കുകയും ചെയ്തില്ല. ഒന്ന്. രണ്ട്, പിന്നെ മറ്റൊന്ന് അമേരിക്കൻ ഭരണകൂടം എല്ലായ്പ്പോഴും ചെയ്യുന്ന കാര്യം, അമേരിക്കയുടെ പാർലമെൻറ്റ് അംഗങ്ങൾ, കോൺഗ്രസ്സിലെയും സെനറ്റിലെയും സുപ്രധാന നേതാക്കന്മാരെ വിളിച്ചു വരുത്തി, രണ്ട് പാർട്ടിയിലെയും, ഡെമോക്രാറ്റിക് പാർട്ടിയിലെയും റിപ്പബ്ലിക്കൻ പാർട്ടിയിലെയും നേതാക്കന്മാരെ വിളിച്ചു വരുത്തി ഇവരുമായി ചർച്ച ചെയ്യും. അതിനാണ് ബൈപാർട്ടിസാൻ കോൺസെൻസസ് എന്ന് പറയും, രണ്ട് കൂട്ടരുടെയും അംഗീകാരം എന്ന് പറയും. കാരണം അവർ പറയുന്നത് നമ്മുടെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ഇത് അപകടമാണ്, ഇത് നമുക്ക് യുദ്ധത്തിന് പോയേ കഴിയൂ എന്ന് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിരത്തുമ്പോൾ സാധാരണഗതിയിൽ ഇവർ അംഗീകരിക്കും. 2003 ഇറാഖിനെതിരെ യുദ്ധത്തിന് പോയപ്പോൾ നടന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയിലെ രാഷ്ട്രീയ നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെ കൂടി ധരിപ്പിച്ചുകൊണ്ടാണ് സാധാരണ യുദ്ധത്തിന് പോകുന്നത്. അങ്ങനെ ഒരു സംഭവമേ ഇവിടെ ഉണ്ടായില്ല. ഈ പറഞ്ഞ ആളുകളുമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്തില്ല എന്ന് മാത്രമല്ല, റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ആളുകൾ പോലും ഇങ്ങനെ യുദ്ധത്തിന് പോകരുത് എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു എന്നുണ്ടായി. രണ്ടാമത്തെ കാര്യം അദ്ദേഹം ചെയ്തില്ല. മൂന്നാമത്തേത് നമ്മൾ കാണേണ്ട കാര്യം, അദ്ദേഹം അമേരിക്കയിലെ ജനതയെ, എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും എന്തുകൊണ്ടാണ് നമ്മൾ ഈ യുദ്ധത്തിന് പോകേണ്ടത് എന്ന് അമേരിക്കയിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ജനങ്ങളടുത്ത് പറയും നമ്മുടെ നിലനിൽപ്പിന് അപകടമാണ്, ഇത് ഒരു കാരണവശാലും നമുക്ക് അനുവദിക്കാൻ കഴിയില്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തും. മൂന്നാമത് അത് ചെയ്തില്ല. അവരോട് ഇത്തരം ഒരു കാര്യം വിശദീകരിക്കാൻ പോലും ട്രംപ് തയ്യാറായില്ല. നാലാമത്തത്, വളരെ പ്രധാനപ്പെട്ടത്, നേറ്റോ സഖ്യകക്ഷികളോട് അദ്ദേഹം ചർച്ച ചെയ്യും. അദ്ദേഹം ചർച്ച ചെയ്ത് അവരുടെ കൂടി സഹായത്തോടു കൂടിയിട്ടാണ് യുദ്ധത്തിന് പോകുന്നത്. സാധാരണഗതിയിൽ ഇറാഖിലും നമ്മൾ കണ്ടാണ്, അന്ന് കുറേ രാജ്യങ്ങൾ, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയോടൊപ്പം നിന്നു. ഇത്തവണ എന്താ സംഭവിച്ചത്? അവരോട് സംസാരിക്കാതെ അമേരിക്ക ഇഷ്ടപ്രകാരം യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചപ്പോഴാണ് അമേരിക്ക ഈ വെട്ടിലാവുക എന്നൊക്കെ പറയത്തില്ലേ, അത്തരമൊരു ആപ്പിലായിപ്പോയി അമേരിക്ക. അങ്ങനെ അതായത് അമേരിക്ക തുടങ്ങി വെച്ച യുദ്ധം അമേരിക്കയ്ക്ക് തീർക്കാൻ കഴിയാത്ത തരത്തിലേക്ക് വന്നിരിക്കുന്നു. ഹോർമസ് കടലിടുക്കിലൂടെ ഉള്ള കപ്പൽ ഗതാഗതം, എണ്ണയുമായി ബന്ധപ്പെട്ട കപ്പൽ ഗതാഗതം അടഞ്ഞുകൂട്ടി ഇത് ഉൾപ്പെടെ എണ്ണയ്ക്കും ഗ്യാസിനും വില കയറുന്ന സ്ഥിതിയിലേക്കും ഉൽപ്പന്നങ്ങൾക്ക് വില കയറുന്ന സ്ഥിതിയിലേക്കും വന്നു. അപ്പോഴെന്താ അദ്ദേഹം ചെയ്തത്? പറഞ്ഞു ഇത് എണ്ണ വേണ്ട രാജ്യങ്ങൾ, പ്രത്യേകിച്ച് നാറ്റോ വരണം, എണ്ണ വേണ്ട രാജ്യങ്ങൾ വരണം, അവരെല്ലാവരും കൂടെ ചേർന്ന് ഹോർമുസ് കടലിടുക്ക് തുറക്കണം. അവരെല്ലാം ഹോർമുസ് കടലിടുക്ക് അടയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്. അവരാരും പറഞ്ഞു ഞങ്ങൾക്ക് വരാൻ കഴിയില്ല, ഞങ്ങൾ യുദ്ധത്തിൻ്റെ ഭാഗമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ മാറുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഈ എന്തെല്ലാം പേപ്പർ പുലിയാണ് നാറ്റോ എന്ന് പറയുന്നത്. ഞാനതിനെ ഇല്ല, എനിക്കതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എനിക്കതിനോട് താല്പര്യമില്ല എന്ന് പറയുന്ന തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് നിരന്തരം പ്രസ്താവന നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അമേരിക്ക ഈ യുദ്ധത്തിന്, അതായത് യാതൊരു തയ്യാറെടുപ്പുമില്ലാതെ, വിവേകമുള്ള ആളുകൾ പറഞ്ഞത് കേൾക്കാതെ, അമേരിക്കൻ ജനതയെ വിശ്വാസത്തിലെടുക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പുറപ്പെട്ട ഒരു വിഡ്ഢിയാനായ ഭരണാധികാരിയുടെ ദുരന്തമാണ് ഇന്ന് ലോകം അനുഭവിക്കുന്നത് എന്ന് നമുക്കറിയാം. പിന്നെ എന്തൊക്കെ പറഞ്ഞിട്ടായി ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ യുദ്ധത്തിന് പോയ കാര്യങ്ങൾ, അവർ ഭരണകൂടത്തെ റെഷിം ചേഞ്ച്, ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഭരണകൂട മാറ്റം ഉണ്ടായോ? ഭരണകൂട മാറ്റം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, നാം കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം, പരമോന്നത ആചാര്യനായിരുന്ന അലി ഖമനയെ വധിച്ചു. അലി ഖമനയെ വധിച്ചപ്പോൾ എന്താ ഉണ്ടായത്? സാധാരണ നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് അവിടുത്തെ രാഷ്ട്രീയത്തിൽ IRGC എന്ന് പറയുന്ന ഈ സേനയുമായി ബന്ധപ്പെട്ട കുറച്ച് തീവ്ര നിലപാടുകാരായിട്ടുള്ള ഒരു വിഭാഗം ഇറാനിയൻ ഭരണകൂടത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നതാണ്. അതോടൊപ്പം മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് പ്രസിഡന്റ് പെസഷ്കിയാൻ്റെ നേതൃത്വത്തിലുള്ള മോഡറേറ്റ്സ്, മൃദു നിലപാടുകാരായിട്ടുള്ള ആളുകൾ. ഈ രണ്ട് നിലപാടുകാരെയും ഒരു സമവായത്തിൽ കൊണ്ടുവന്ന് ഈ തീവ്രമായതും വലിയ കുഴപ്പമില്ലാത്തതുമായ നിലപാടിലൂടെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഭരണാധികാരിയായിരുന്നു അലി ഖമനയെ വധിച്ചതോടുകൂടി, അലി ഖമനയെ വധിച്ചു, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വധിച്ചു, അദ്ദേഹത്തിൻ്റെ മകളെ വധിച്ചു, ബന്ധുക്കളെല്ലാം വധിച്ചതിലൂടെ സംഭവിച്ചെന്താണ്? അദ്ദേഹത്തിൻ്റെ മകൻ മുജ്തബ ഖമേനി അധികാരത്തിൽ വന്നു. മുജ്തബ ഖമേനി ഈ സ്വന്തം അച്ഛനെ കൊന്ന ആളുകളോട് മൃദു സമീപനം സ്വീകരിക്കുന്ന ആളായിരിക്കുമോ? അല്ല. തീർച്ചയായിട്ടും കുറച്ചുകൂടെ തീവ്രമായ നിലപാടുള്ള IRGCയുമായിട്ട് ചെറുപ്പകാലം മുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന, അവരുടെ പുറത്ത് നല്ല സ്വാധീനമുള്ള മുജ്തബ ഖമേനിയാണ് ഇപ്പോൾ പരമാധികാരിയായിട്ട് അവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ തീവ്രമായ നിലപാടുകാരാണ് വന്നിരിക്കുന്നത്. ലാരിജാനി എന്ന് പറയുന്ന മോഡറേറ്റ് ആയിട്ടുള്ള ആളെ കൊന്നു. അങ്ങനെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ IRGCക്ക് ഇറാനിയൻ ഭരണകൂടത്തിൻ്റെ മുകളിൽ അതിശക്തമായ സ്വാധീനമുള്ള തരത്തിലേക്ക്, തീവ്ര നിലപാടിലേക്ക് അവർ പോയി. ഈ ഭരണകൂട മാറ്റം ഉണ്ടാക്കണം. എങ്ങനെയാണ് ഭരണകൂട മാറ്റം ഉണ്ടാക്കിയത്? നമുക്കറിയാം, ഒറ്റ ദിവസമുണ്ട്. അതായത് ലോകത്ത് അമേരിക്കൻ പ്രസിഡന്റ് അല്ലാതെ വേറെ ആരെങ്കിലും ഈ യാഥാർത്ഥ്യബോധമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒറ്റ ദിവസം ഈ ഇറാനിയൻ ഭരണകൂടത്തെ ഇല്ലാതാക്കിക്കൊണ്ട് എന്താ പറഞ്ഞത് ജനങ്ങളോട്? നിങ്ങൾ ഇനി ഭരണം ഏറ്റെടുത്തോ, ഞങ്ങളെല്ലാവരെയും കൊന്നു.
അങ്ങനെ നടക്കുമോ ലോകത്തെവിടെങ്കിലും? പ്രത്യേകിച്ച് ഇറാൻ പോലുള്ള രാജ്യത്ത്? ഇറാൻ എന്ന് പറയുന്ന നിരവധി തട്ടുകളായി, നിരവധി ലെയറുകളായി അവിടുത്തെ ഭരണ സംവിധാനത്തെ സൃഷ്ടിച്ചിരിക്കുന്ന, ക്രമീകരിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ്. എന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏതാണ്ട് 30ഓളം പ്രവിശ്യകളുണ്ട് ഇറാനിൽ. ആ ഇറാനിൽ ഇത്തരമൊരു ആക്രമണം അവർ വളരെ വർഷങ്ങളായി പ്രതീക്ഷിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു അവർ? ഈ 30 സംസ്ഥാനങ്ങളിലും, ഏതാണ്ട് 29-30 സംസ്ഥാനങ്ങളിലേക്ക് ഈ സൈനിക നീക്കങ്ങൾ ഡെലിഗേറ്റ് ചെയ്തു, ഡീസെൻട്രലൈസ് ചെയ്തു അവർ. കാരണം ഒരു കേന്ദ്രത്തിൽ ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടെ കൂടി തകർന്നു പോകരുത്, മറ്റൊരു കേന്ദ്രത്തിൽ നിന്ന് ആക്രമണം ഉണ്ടാവണം എന്നുള്ള തരത്തിൽ ക്രമീകരിച്ചിരുന്നു. ഇതെല്ലാം വളരെ ശക്തമായ തയ്യാറെടുപ്പ് ഇറാൻ നടത്തിയിരുന്നു എന്നുള്ള ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് എന്തുണ്ടായി? ഇറാൻ ഭരണകൂടം തകർന്നില്ലെന്ന് മാത്രമാണോ? 160ഓളം കുട്ടികളെ കൊന്നുകൊണ്ടാണ് ഈ ഭരണകൂട മാറ്റത്തിന് വേണ്ടിയിട്ട് അമേരിക്ക ശ്രമിച്ചത്. അങ്ങനെ ഒരു രാജ്യത്തെ കുരുന്നുകളെ വധിക്കുന്ന ഒരു ഭരണകൂടത്തിന് അനുകൂലമായിട്ട് ആ രാജ്യത്തെ ജനങ്ങൾ നിൽക്കുമോ? നിൽക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഇറാൻ്റെ ഭരണാധികാരി അലി ഖമേനി എന്ന് പറയുന്ന ആളൊരു ഭരണാധികാരി മാത്രമല്ല, അവിടുത്തെ 80% വരുന്ന ഷിയ വിഭാഗത്തിൻ്റെ ആത്മീയ ആചാര്യം കൂടിയിട്ടാണ്. അങ്ങനെയുള്ള ഒരു ആത്മീയ ആചാര്യനെ വധിക്കുമ്പോൾ ജനങ്ങളെല്ലാം സമരം ചെയ്ത് ഭരണകൂടത്തെ മാറ്റുമെന്ന് കരുതാൻ കഴിയുമോ? എന്ന് മാത്രമല്ല, ഭരണകൂടത്തിന് മാറ്റാൻ ശേഷിയുള്ള എന്തെങ്കിലും അവിടെ ഉണ്ടോ? കുറച്ച് ആളുകൾ സമരം ചെയ്തു എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു ശക്തമായ പ്രതിപക്ഷം അവിടെ ഇല്ല. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ശേഷിയില്ലാത്ത അമേരിക്കൻ ഭരണകൂടത്തെ ഇസ്രായേൽ ഭരണകൂടം കൊണ്ടുവന്ന് ചാടിച്ചതാണ് ഈ കുഴിയിൽ. അങ്ങനെ നമ്മൾ പറയും, ഒരു വികാരത്തിനടുത്ത് കിണറ്റിലേക്ക് ചാടിയാൽ മറ്റൊരു വികാരത്തിന് കിണറ്റിൽ നിന്ന് കരയ്ക്ക് ചാടാൻ പറ്റൂല. അപ്രകാരം ഒരു ആപ്പിൽ പെട്ടുപോയ അവസ്ഥയിലാണ് അമേരിക്കൻ ഭരണകൂടം ചെന്നുപെട്ടത്. അതിൽ നിന്ന് കരകയറാൻ ഒരു മാർഗവുമില്ല. ജനങ്ങളെല്ലാം അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞു. വിലക്കയറ്റം അതിശക്തമായി. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ആളുകൾ തന്നെ അദ്ദേഹത്തിനെതിരെ വിമർശിക്കാൻ തുടങ്ങി. ടക്കർ കാൾസനെ പോലുള്ള ആളുകൾ വിമർശിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ള ഗ്രീൻ എന്ന് പറയുന്ന സെനറ്റർ രാജിവെച്ചുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ വിമർശനമായിട്ട് രംഗത്ത് വന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അമേരിക്കയിലെ ജനങ്ങൾ അതിശക്തമായി ഇദ്ദേഹത്തിനെതിരെ, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ നിലപാടിനെതിരെ തിരിഞ്ഞു. റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളവർ തിരിഞ്ഞു. റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നവംബർ മാസം നടക്കാൻ പോകുന്ന മിഡ് ടേം ഇലക്ഷനെ നേരിടേണ്ട അമേരിക്കൻ സെനറ്റർമാർ, അമേരിക്കനിലെ ഗവർണർമാർ, ഇവരെല്ലാം പറഞ്ഞു, ഇത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാം തോക്കും. നവംബർ മാസം നടക്കുന്ന മിഡ് ടേം തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ, ഇപ്പോൾ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ സെനറ്റിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഭൂരിപക്ഷമുണ്ട്. നവംബർ മാസം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇതെല്ലാം നഷ്ടപ്പെടും. ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് തീർച്ചയായിട്ടും ഡെമോക്രാറ്റ്സുകൾ വിജയിക്കും. എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്ന ഗവർണർമാരുടെയും സെനറ്റർമാരുടെയും ഭൂരിപക്ഷം പേരും തോക്കുകയും ഡെമോക്രാറ്റിക് പാർട്ടി ജയിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഭരണഘടനയിൽ ഒരു സവിശേഷതയുണ്ട്. ആ സവിശേഷത എന്ന് പറയുന്നത്, അമേരിക്കയിൽ ഒരാൾക്ക് 2 തവണ മാത്രമേ പ്രസിഡന്റ് ആകാൻ കഴിയൂ. രണ്ടാമത്തെ തവണ പ്രസിഡന്റ് ആകുന്ന ആൾ രണ്ടാമത്തെ തവണ പ്രസിഡന്റായി, അദ്ദേഹം പ്രസിഡന്റായി 2 വർഷം കഴിയുമ്പോൾ നടക്കുന്നതാണ് മിഡ് ടേം ഇലക്ഷൻ. ഈ നവംബർ മാസം നടക്കാവുന്ന മിഡ് ടേം ഇലക്ഷനാണ്. ആ മിഡ് ടേം ഇലക്ഷനിൽ ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റായ ട്രംപിന് അവിടുത്തെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ്, അത് അധോസഭ എന്ന് പറയുന്ന ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിലും അപ്പർ ഹൗസ് എന്ന് പറയുന്ന സെനറ്റിലും ഭൂരിപക്ഷമുണ്ട്. ഇത് രണ്ടും നഷ്ടപ്പെടാം. അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ പ്രസിഡന്റിനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, ലെയിം ഡക്ക് പ്രസിഡന്റ് എന്ന, മുടന്തൻ താറാവ് എന്ന് പറഞ്ഞാൽ കാര്യമായി ഒന്നും പിന്നെ ചെയ്യാൻ കഴിയത്തില്ല. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾക്കെല്ലാം ഉടക്കിടാനായിട്ട് അമേരിക്കൻ പാർലമെൻറ്റുകൾക്ക് പറ്റും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് വാസ്തവത്തിൽ ട്രംപ് പോകാൻ പോകുന്നത്. അത് ട്രംപിൻ്റെ എല്ലാ പരിപാടികളെയും അട്ടിമറിക്കും. അതാണ് വാസ്തവത്തിൽ മിഡ് ടേം ഇലക്ഷനിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു രാഷ്ട്രീയത്തിലേക്കും അങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കും അമേരിക്കയെ കൊണ്ടുചെന്ന് എത്തിക്കാൻ മാത്രമേ ട്രംപിൻ്റെ യുദ്ധത്തിന് കഴിഞ്ഞുള്ളൂ. ഈ അമേരിക്കൻ പ്രസിഡൻറ്റിന് ഈ യുദ്ധം തുടങ്ങിയ സന്ദർഭത്തിലല്ല, ഈ ജെഫ്രി സാക്സിനെ പോലെയൊക്കെയുള്ള അമേരിക്കൻ രാഷ്ട്രീയ ചിന്തകർ, സാമ്പത്തിക ശാസ്ത്രജ്ഞരായിട്ടുള്ള ജെഫ്രി സാക്സ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ഈ പ്രസിഡൻറ്റ് അൺസ്റ്റേബിളാണ്, സ്ഥിരബുദ്ധി ഇല്ലാത്തയാളാണ്. അദ്ദേഹം ഭ്രാന്തൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചില്ല എന്നേ ഉള്ളൂ. സ്ഥിരബുദ്ധി ഇല്ലാത്തയാളാണ്. അതായത് ഒരു രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് അപ്പോൾ തോന്നുന്ന കാര്യങ്ങൾ വെച്ച് തീരുമാനിച്ച് നടപടിയിലേക്ക് പോകാൻ കഴിയില്ല. കാരണം അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ്, വരും വരായികകൾ ആലോചിച്ച്, ഗൗരവമായി ആലോചിച്ച് മാത്രമേ തീരുമാനിക്കാൻ കഴിയൂ. പക്ഷേ നമ്മൾ കാണേണ്ട കാര്യം എന്താണ്? ഒരു രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ട്രംപിനൊരു കാര്യം തോന്നുന്നു, ഉടനെ തന്നെ അദ്ദേഹം എക്സിൽ വന്നുകൊണ്ട് അദ്ദേഹം ഉടനെ പ്രഖ്യാപനം പുറപ്പെടുവിക്കും, ഞാൻ ഇന്ന സ്ഥലത്ത് ഇടപെടാൻ പോവുകയാണ്, ഞാൻ ഇന്ന സ്ഥലം ഏറ്റെടുക്കാൻ പോവുകയാണ്. ഏത് തരത്തിലുള്ള യാതൊരു ആലോചനയുമില്ലാതെ എടുക്കുന്ന ഒരു തീരുമാനങ്ങൾ എടുക്കുന്ന ഒരാളായി ഈ പ്രസിഡന്റ് മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ അധികാരം ഏറ്റെടുത്തപ്പോൾ തന്നെ ആളുകൾ പറഞ്ഞു, ദിസ് ഈസ് അൺപ്രഡിക്റ്റബിൾ പ്രസിഡന്റ്, പ്രവചിക്കാൻ കഴിയാത്ത സ്വഭാവക്കാരനായിട്ടുള്ള പ്രസിഡന്റാണ്, ട്രാൻസാക്ഷനിസ്റ്റ് പ്രസിഡന്റ്, ഇദ്ദേഹത്തിന് മാത്രം ഗുണമുണ്ടാവുന്ന തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രസിഡന്റ്. പിന്നെയാണ് ജെഫ്രി സാക്സിനെ പോലുള്ളവർ പറഞ്ഞത്, ഇദ്ദേഹം അൺസ്റ്റേബിൾ കൂടിയാണ്,
എന്ന്, ഇദ്ദേഹം ഒരു 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 മറ്റു ചിലർ ഇദ്ദേഹത്തെ ഒരു സോഷ്യോപാത്താണ് എന്ന് വരെ, അതായത് മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട് സന്തോഷം കണ്ടെത്തുന്ന വ്യക്തിയാണ് എന്ന് വരെ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വെനസ്വേലയ്ക്കെതിരെ യുദ്ധം പിന്നെന്താ ഭരണാധികാരിയെ പിടിക്കാൻ പോകുന്നു, ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു, ക്യൂബയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു, പിന്നെ ഗ്രീൻലാൻഡ് ഏറ്റെടുക്കും എന്ന് പറയുന്നു. ഇപ്പം ഇങ്ങനെ അതൊരു ലോകത്തിൻ്റെ വ്യവസ്ഥയെ തന്നെ, അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ട് വളരെയധികം ഉണ്ടാകുന്നു, അതോടൊപ്പം ലോകത്തിൻ്റെ തന്നെ അവസ്ഥയെ പിന്നെ ബുദ്ധിമുട്ടാക്കുന്ന ഈ പ്രസിഡന്റിനെ മാറ്റി ഈ അമേരിക്കയിലെ ഭരണഘടനയുടെ 25ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ഈ പ്രസിഡന്റിനെ വൈസ് പ്രസിഡന്റിന് മാറ്റാം. അതായത് ഈ പ്രസിഡന്റ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ സ്ഥിരചിത്തതയില്ലാത്ത ആളാണ്, തീരുമാനങ്ങളെടുക്കാൻ കഴിവില്ലാത്തയാളാണെന്ന് ബോധ്യം വരികയാണെങ്കിൽ ഈ 25ാം ഭരണഘടനാ ഭേദഗതി ഉപയോഗിച്ചുകൊണ്ട് പ്രസിഡന്റിനെ മാറ്റാം. അത്തരം ചർച്ചകൾ വരെ അമേരിക്കയിൽ ആരംഭിച്ചു. കാരണം ഇദ്ദേഹത്തിൻ്റെ ഇത്തരം നിലപാടുകളും പ്രഖ്യാപനങ്ങളും അമേരിക്കൻ ജനതയെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നു എന്ന അവസ്ഥ വെച്ചുകൊണ്ട് ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ അമേരിക്കയിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വിജയിക്കുകയോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. കാരണം അത്തരമൊരു ചിന്തയിലേക്ക് വരെ അമേരിക്കൻ ജനതയും അമേരിക്കൻ രാഷ്ട്രീയ നേതൃത്വങ്ങളും മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ അവിടുത്തെ ബുദ്ധിജീവി വിഭാഗം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഈ അമേരിക്കയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കെടുതിയുടെ ഒരു തെളിവായി നമുക്ക് കരുതാം.